കൊച്ചിയിൽ BPCL-ൽ ഡ്രൈവർമാർ നടത്തിവന്ന സമരം ഒത്തുതീർന്നു എന്നൊരു ശുഭവാർത്തയുണ്ട്. കൊരട്ടിയിൽ വെച്ച് ഡ്രൈവറെ മർദ്ദിച്ച CITU തൊഴിലാളികളെ പിരിച്ചുവിടുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. പാചകവാതക വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ലെബി സജീന്ദ്രൻ ചേരുന്നു. ലെബി സജീന്ദ്രൻ, ഇനി അടുക്കള പുകയും ഈ ഗ്യാസ് കിട്ടാതെ ചില ആളുകളെങ്കിലും ബുദ്ധിമുട്ട് ഇന്നലെ അനുഭവിച്ചിരുന്നു. സമരം ഒത്തുതീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? ഡോക്ടർ അരുൺ, തീർച്ചയായും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കാരണം ഈ അമ്പലമുകളിലെ ഈ ഭാഗത്തുള്ള ഈ പ്ലാന്റിൽ നിന്ന് പാചകവാതക വിതരണം മുടങ്ങിയാൽ 7 ജില്ലകളിലെ അടുക്കളയാണ് തീ പുകയാതെ വരുന്ന അവസ്ഥയിലേക്ക് എത്തുക. എന്തൊക്കെ ഉപാധികളോടെയാണ് ഇപ്പോൾ ചർച്ച വിജയിച്ചിരിക്കുന്നത്? ചർച്ച ഫലപ്രദമായ ഇതൊക്കെയാണ് തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാനമായ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ അതിക്രമം ചെയ്ത തൊഴിലാളികളെ പിരിച്ചുവിടുക. അതായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ആവശ്യപ്പെട്ടത്. അതോട് അവർ ആ ഏജൻസിയിൽ ജോലി ചെയ്ത് അവർ ആ കയറ്റുകാർക്കിൽ നിന്നും അവരെ പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം അവർ നിലനിൽക്കുന്ന സംഘടനയിൽ നിന്നും അവരെ പുറത്താക്കിയതായിട്ട് നമുക്ക് അറിയിപ്പ് വന്നേക്കുന്നത്. പിന്നെ ഇതുകൂടാതെ ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. അത് എത്രയും വേഗം ഇതിൽ പ്രതികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? ഇന്ന് ചർച്ചയിൽ 3 ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹികൾ, 2 ഡിസ്ട്രിബ്യൂട്ടർമാർ, പിന്നെ കോൺട്രാക്ടർമാർ, പിന്നെ പ്ലാന്റിലെ ഭാരവാഹികൾ, അതിന്റെ അധികാരികൾ, അവരുമായിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞു അല്ലേ? അതെ. ഡോക്ടർ അരുൺ, ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നോക്കൂ, ഈ വണ്ടികളെല്ലാം ഇന്നലെ രാവിലെ മുതൽ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. അതായത് ഇവിടുത്തെ കരിമുകൾ BPCL പ്ലാന്റിൽ നിന്ന് ഈ വണ്ടികൾ പുറപ്പെട്ടില്ലെങ്കിൽ 7 ജില്ലകളിലെ പാചകവാതക വിതരണമാണ് നിലച്ചു പോവുക. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് കൊരട്ടയിലെ ശ്രീമോൻ ഗ്യാസ് ഏജൻസിയിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായത്. അതേ തുടർന്ന് ഇന്നലെ രാവിലെയോടെയാണ് ഇവിടുത്തെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. അതോടെ രാവിലെ മുതൽ ഈ 7 ജില്ലകളിലേക്കുള്ള പാചകവാതക നീക്കമാണ് നിലച്ചിരുന്നത്. തൊഴിലാളികളെല്ലാവരും ഇവിടെ ഇന്നലെ മുതൽ സമരത്തിലായിരുന്നു. അതേ തുടർന്ന് ഇന്നലെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും ഫലം കണ്ടിരുന്നില്ല. അതേ തുടർന്നാണ് ഇന്ന് രാവിലെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതാക്കളും അതുപോലെ തന്നെ വണ്ടികളുടെ കോൺട്രാക്ടർമാർ, പ്ലാന്റിന്റെ അധികൃതർ, ഒപ്പം തന്നെ ശ്രീമോൻ ഗ്യാസ് ഏജൻസിയുടെ ഉടമ ശ്രീമോൻ. ആശ്വസിക്കാവുന്ന ഒരു വാർത്ത കൂടി വരുന്നു. ഒരു പ്രേക്ഷകൻ ചോദിച്ചു, എന്താണ് സാർ നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്ത കേൾക്കുക? പച്ചക്കറിയുടെ വില കുറഞ്ഞു, അരിയുടെ വില കുറഞ്ഞു. അരിയുടെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് കർഷകരുടെ വില കുറയും. അപ്പോൾ വില വലിയ രീതിയിൽ കുറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകത്തക്ക രീതിയിൽ കൂടാതിരുന്നാൽ മതി.